അഭീഷ്ടവരദായിനിയായ ദേവിയുടെ തിരുമുറ്റത്ത് വെച്ച് ഞാൻ അവളെ കണ്ടു. എന്റെ നേർക്കുനേരെ. ഞാൻ കണ്ടത് ആരെയാണെന്നോ? എന്റെ അമ്മൂനെ. അമ്പലത്തിന്റെ പുറത്ത് വെച്ച് ഞാൻ ഒരാളുമായി സംസാരിച്ചു നിന്നില്ലേ, അവളാ എന്റെ അമ്മു. അയ്യോ സോറി. കരയില്ലേ അർച്ചന? അർച്ചന, അർച്ചന, താൻ ഇത്രയേ ഉള്ളൂ അല്ലേ? ഞാനെന്നല്ല സച്ചേട്ടൻ, ലോകത്തിലെ ഏതൊരു പെണ്ണും ഇതുപോലൊരു സാഹചര്യത്തിൽ ഇത്രേ ഉള്ളൂ. താൻ എന്റെ സുഹൃത്തല്ലേ? നമ്മൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളല്ലേ? ഒരു സുഹൃത്തിനെ മനസ്സിലാക്കണ്ടേ? സോറി സച്ചേട്ടാ. തന്നെ ഞാൻ കുറ്റം പറയില്ല. പക്ഷേ എന്റെ മനസ്സിൽ നിന്നും ഇത്രയും കാലം അടക്കി വെച്ചിരുന്ന വലിയൊരു ഭാരം ഇപ്പോഴില്ല. എനിക്ക് ഇത്രയും കാലം മനസ്സിൽ ഭാരം ഉണ്ടായിരുന്നു സച്ചേട്ടാ. ഇപ്പോ അത് 100 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. ഞാൻ അവളെ തീരെ അവിടെ പ്രതീക്ഷിച്ചതല്ല അർച്ചന. എത്രയോ നാളുകൾക്ക് ശേഷം അവളെ ഒന്ന് കാണുന്നത്. ദേവി സച്ചേട്ടന്റെ മനസ്സ് കാണുന്നുണ്ട്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ സച്ചേട്ടനോട്? കളവ് മാത്രം പറയരുത്. ചോദിക്ക. കല്യാണത്തിലെ പോലെ ക്ഷേത്രത്തിൽ വെച്ച് എന്റെ കഴുത്തിൽ മാല ഇടുമ്പോ ആരായിരുന്നു സച്ചേട്ടന്റെ മനസ്സിൽ? ആരുടെ നെറ്റിയില സച്ചേട്ടൻ കുങ്കുമയിട്ടത്? അർച്ചന, കേൾക്കുന്നുമില്ലല്ലോ. ദേവിക്കറിയില്ലെന്നോ? ഏത് ദേവിക്ക്? നീ കാണിക്കുന്നത് അയ്യെന്നോ? എന്തയ്യെന്നോ? നീ എന്തിനാ അവരുടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത്? ഞാൻ ഒളിഞ്ഞു നോക്കിയൊന്നുമില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നേ? വേണ്ട വേണ്ട, ഞാൻ എല്ലാം കണ്ടു. നാണമില്ലടി നിനക്ക്? നിന്റെ അനിയനും അനിയത്തിലെ മുറിക്കകത്ത്. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാനേ ഇതിലെ അങ്ങ് പോയപ്പോഴേക്കും. പോയപ്പോ നീ എന്താ കണ്ടേ? ഞാൻ ജനലിന്റെ വിട വന്ന് തള്ളി അടച്ചതാ. അല്ലെങ്കിൽ കൊതുക് കേറൂലേ? മതി മതി, ഒന്ന് നിർത്ത്. ഒരുപാട് കൊതുക് നീ കേട്ടണ്ട. പോ നോക്ക്, പോ. അല്ല, അമ്മ എങ്ങോട്ട് പോവാ? അമ്മ എന്തൊരു പെണ്ണ്! ഈ പെണ്ണിന്റെ ഒരു കാര്യം. എന്നെ പേടിപ്പിച്ചു കളഞ്ഞു താൻ. ഞാൻ അമ്മുനെ കുറിച്ച് പറഞ്ഞത് നമുക്കിടയിലൊരു സൗഹൃദം ഉണ്ടെന്ന് കരുതിയ. പിന്നെ ഞാൻ കുറച്ച് ഇമോഷണലായി പോവുകയും ചെയ്തു. അന്നേരത്തെ എന്റെ സങ്കടം കൊണ്ട് ഞാൻ കരഞ്ഞു പോയത്. പെട്ടെന്ന്
ഞാനൊരു സുഹൃത്താണെന്നുള്ള തോന്നലില്ലാതെ പോയി. ക്ഷേത്രത്തിൽ പോകാൻ സച്ചേട്ടന് താല്പര്യമില്ലായിരുന്നു. ഇവിടെ എല്ലാരും കൂടി നിർബന്ധിച്ച് കൊണ്ടുപോയി. മനസ്സിൽ മറ്റൊരാളെ പ്രതിഷ്ഠിച്ച് എന്റെ കഴുത്തിൽ ഹാരം ഇട്ടു, കുങ്കുമം തൊട്ടു തന്നു, താലിയില് ചന്ദനവും ചാർത്തി തന്നു. ഒടുവിൽ അമ്മൂനെയും കണ്ടു. ഒക്കെ ഒരു നിമിത്തമാണ് അർച്ചന. അവളെക്കുറിച്ച് തന്നോട് പറയാമോന്ന് എനിക്കറിയില്ല. സച്ചേട്ടൻ പറഞ്ഞു. ഒത്തിരി പാവമാണ് അർച്ചന അവള്. കണ്ടില്ല താൻ, ആ രൂപം പോലെ തന്നെ ഒരു പഞ്ചപാവ. ആരും ഇഷ്ടപ്പെടുന്ന സ്വഭാവ. അങ്ങനെയാ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടത്. മംഗലശ്ശേരി വീട്ടിൽ വെച്ച് അമ്മൂനെ ആദ്യം കണ്ടപ്പോൾ തന്നെ ആ പെരുമാറ്റവും അവളുടെ സ്നേഹത്തോടെയുള്ള സംസാരവും എനിക്കിഷ്ടായി. പിന്നീട് കുറെ പേർ ചേർന്ന് അവളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോ അപ്രതീക്ഷിതമായി ഞാൻ അവിടെ എത്തി. അമ്മുവിന്റെ ജീവന്റെ രക്ഷകനായി ഞാൻ മാറി. ആ ജീവൻ എന്നേക്കും സംരക്ഷിക്കണമെന്ന തോന്നലിൽ അമ്മു എന്ന ആൾ എന്റെ ജീവന്റെ ജീവനായി മാറി. അവളില്ലാത്തൊരു ജീവിതം എനിക്കില്ല. അമ്മു എന്റെ കൂടെയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഇന്നും അവൾ എന്നിൽ നിന്നും വഴുതിപ്പോയി. ഞാൻ അവളെ മറന്ന് പുതിയ ജീവിതം നയിക്കണമെന്നാ അവൾ പറഞ്ഞത്. അതെങ്ങനെ നടക്കും അർച്ചനെ? പ്രണയത്തിന് മരണമുണ്ടോ? ആള് മരിച്ചാലും പ്രണയം മരിക്കില്ലല്ലോ. ഞാൻ മരിച്ചാലും അവള് മരിച്ചാലും ഞങ്ങളുടെ പ്രണയം മരിക്കില്ല. ഞങ്ങളുടേത് അങ്ങനെ പറയാൻ കഴിയില്ല. അമ്മുവിനോടുള്ള എന്റെ പ്രണയം അതൊരിക്കലും മരിക്കില്ല. ഇല്ല തരില്ല, തരുന്നില്ല. എന്നെ വേണമെങ്കിൽ ഓടിപ്പിരിച്ചു ആന്റി. ആവണിക്കുട്ടി, തല പൊട്ടിന്നാ തോന്നുന്നേ. സോറി, ഞാൻ കണ്ടില്ല. പാവം സന്ദീപ് അങ്കിളിന്റെ തല പൊളിഞ്ഞു. ദാ അങ്കിളെ, ബാ. ഇരിക്കങ്ങളെ. സന്ദീപ് എപ്പോ വന്നു? ആതിര എന്റെ അങ്കിളിന്റെ തല ഇടിച്ചു പൊളിച്ചു. തലയിടിച്ചെന്നോ? അതിന് കാരണക്കാരി ഇവളാ ചേച്ചി. ഞാൻ ഇവളെ പിടിക്കാൻ ഓടിയതാ. രണ്ടിനെയും കളി നല്ലപോലെ കൂടുന്നുണ്ട് കേട്ടോ. സന്ദീപ് നേരത്തെ വരുമെന്നല്ലേ വിളിച്ചു പറഞ്ഞിരുന്നേ? നല്ല തിരക്കുണ്ടായിരുന്നു എടുത്തി. അർജന്റായിട്ട് സൈൻ ചെയ്യാനുള്ള ഫയലാ, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാ. അല്ല, ഇതാരാ? ഇരിക്കും മോനെ. കുഴപ്പമില്ല. കണ്ടിട്ട് ഒരുപാടായല്ലോ. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇറങ്ങാം, എപ്പോഴും നല്ല ഓട്ടത്തിലാമേ. അല്ല, നെറ്റിയിൽ എന്ത് പറ്റി? തലവേദനയുണ്ടോ? ഇവളിടിച്ചു പൊട്ടിച്ചതാ. എങ്ങനെ? ഇവള് സാരില്ല, അറിയാതെ പറ്റിയതല്ലേ. ഞാൻ വരുന്നത് കാണാഞ്ഞതുകൊണ്ട് കൂട്ടിയിടിച്ചതാ. എന്തു അടിയത്? അല്ലെങ്കിൽ ഈ ആന്റി എപ്പോഴും അങ്ങനെയാ. സന്ദീപ് മോൻ വീട്ടിൽ നിന്നാണോ കമ്പനി നിന്നാണോ വരുന്നത്? കമ്പനിന്നാ. സന്ദീപേ. സച്ചേട്ടാ. നെഫ്റ്റ് RPG ഒന്നും സക്സസ് ആവുന്നില്ലല്ലേ? ഇല്ല ഏട്ടാ, ടോട്ടൽ നെറ്റ്വർക്ക് ഡൗണാ. അവരോട് ചോദിച്ചപ്പോ
ചെക്ക് മതി എന്ന് പറഞ്ഞു. അത് ഇന്ന് തന്നെ സെറ്റിൽ ചെയ്യണമെന്ന്. ബാങ്ക് മാനേജറോട് സംസാരിച്ചായിരുന്നോ? ഉച്ചയ്ക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞു. അതാ ഓടി വന്നത്. ഞാൻ സൈൻ ചെയ്തു തരാം. ആ മോനെന്താ കുടിക്കാൻ വേണ്ടത്? ചായയോ കാപ്പിയോ? നല്ല തണുത്ത് എന്തെങ്കിലും കൊടുക്കുക അമ്മനെ. ഞാൻ എടുത്തിട്ട് വരെ. സുഖമായിട്ടിരിക്കുന്നു അച്ഛാ, വേറൊന്നുമില്ല. അവിടെ നോക്കിയ വിശേഷങ്ങൾ എങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ? സേതുവൊക്കെ സുഖമായിരിക്കുന്നോ? മുത്തശ്ശ, ഏതോ ഒരു ഗോപി വിളിക്കുന്നു. ആ, അത് മുത്തശ്ശന്റെ കൂടെ ജോലി ചെയ്ത മാഷ മോളെ. ഹലോ ഗോപി. അങ്കിള് വന്നിരുന്നേ. അങ്കിള് വന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആതിര ആന്റിയുടെ കയ്യിൽ നിന്ന് ഞാൻ അടി വാങ്ങിയേനെ. അതുകൊണ്ട് എന്റെ തല പോയി കിട്ടിയല്ലോ. നിന്റെ ആന്റിയുടെ തല എന്താ കല്ലുകൊണ്ടുണ്ടാക്കിയതാണോ? അല്ലങ്കിൾ, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാ. നിന്റെ അങ്കിളിന്റെ തല പിന്നെ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ചോദിക്കടി. മനുഷ്യന് തലച്ചോറ് കലങ്ങിപ്പോയെന്ന് തോന്നുന്നു. ആ, എന്നാ പിന്നെ നമുക്ക് കഞ്ഞി വെച്ച് കുടിച്ചാലോ അങ്കിൾ? അതിനകത്ത് തലച്ചോറൊന്നും തോന്നുന്നില്ല മോളെ, കളിമണ്ണാണെന്നാ തോന്നുന്നത്. അല്ലടി, നല്ല ഒന്നാം തരം തലച്ചോറാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക. അങ്കിൾ കേട്ടല്ലോ, ഞാൻ ഇനി ഏറ്റു പറയണ്ടല്ലോ. അല്ല, ഞാൻ എന്താ നിങ്ങളുടെ മൈക്കോ അതോ എക്കോയോ? രണ്ടുപേർക്ക് ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. തലയ്ക്ക് കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. അങ്കിളിനോ അതോ ആന്റിക്കോ? എന്ത് തലയ്ക്ക് കുഴപ്പം? അയ്യോ, എന്താ ഇവിടെ ബഹളം? ഞാൻ വെള്ളം കൊടുത്തോളാം. എന്ത് പണി ആതിരെ നീ കാണിച്ചേ? ആ ഷർട്ടൊക്കെ മോശമായില്ലേ? നിനക്ക് ഇത്ര ശ്രദ്ധയില്ലാതായി പോയല്ലോ. അതും എന്താ ഇവിടെ? എന്തു പറ്റി? ഇവള് സന്ദീപിന് ജ്യൂസ് കൊടുത്തോണ്ടോ ദേഹം മുഴുവനുമായി. ചേച്ചി, അത് എന്റെ കയ്യിൽ നിന്നാ വീണത് എടുത്തി. സാരയില്ല. ആഹാ, ഇതെന്തു പറ്റി? ഷട്ടില്? അത് ജ്യൂസ് വീണതാ. ആ, എന്താ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? ഏട്ടനെ തേടി വന്നാണോ? 2-3 എമർജൻസി ഫയലുകൾ സൈൻ ചെയ്യാനുണ്ടായിരുന്നു. ആ, വീട്ടിലെല്ലാരും സുഖായിരിക്കുന്നോ? കുഴപ്പമില്ലാതെ പോകുന്നു. ആ, അച്ഛനോ? അച്ഛന് ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അച്ചുവേട്ടത്തില്ലാത്ത വിഷമമുണ്ട്. അച്ചുവേട്ടത്തില്ലാത്ത വിഷമം അച്ഛന് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാനിപ്പോ അങ്ങ് വരില്ലേ സന്ദീപേ? അപ്പൊ അച്ചുവെട്ടത്തില്ലെങ്കിൽ നെല്ലിശ്ശേരിയിലെ സകലരും കഷ്ടത്തിലാവും അല്ലേ? അതിനെന്താ സംശയം? എല്ലാവരും അങ്ങനെ തന്നെയാണോ അതോ നിങ്ങൾ മാത്രമാണോ? എല്ലാവർക്കും ഉണ്ട്, പ്രത്യേകിച്ച് സച്ചിയേട്ടനും അച്ഛനും. ആ, ഞാൻ ഇറങ്ങട്ടെ എടുത്തി, ഇടയ്ക്ക് വിളിക്കാം. ഇത് കുടിച്ചില്ലല്ലോ. അതിനിയാവാലോ, ഞാൻ വിളിക്കാം എടുത്തി. എല്ലാവരോടും യാത്ര പറയാൻ നിൽക്കുന്നില്ല. ആവണിക്കുട്ടി ബായ്. സച്ചിയേട്ടാ. അയ്യോ അച്ഛ ചേച്ചി മൊബൈൽ എടുക്കാതെ പോയല്ലോ. അയ്യോ, വേഗം കൊണ്ടു കൊടുക്ക. ആ സന്ദീപേ, മൊബൈൽ. താങ്ക്സ്. സോറി അങ്ങനെയൊക്കെ സംസാരിച്ചതിന്. ഹേയ്, ഇറ്റ്സ് ഓക്കേ. മനസ്സുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയെ ജീവന് തുല്യം സ്നേഹിക്കുകയും അവക്ക് വേണ്ടി കാത്തിരിക്കുന്നവനുമാണ് ഞാൻ. തന്നെ ഒരിക്കലും എന്റെ ഭാര്യയായി കാണാൻ എനിക്ക് കഴിയില്ല. ഞാൻ മരിച്ചാലും അവള് മരിച്ചാലും ഞങ്ങളുടെ പ്രണയം മരിക്കില്ല. ഞങ്ങളുടേത് അങ്ങനെ പറയാൻ കഴിയില്ല. അമ്മുവിനോടുള്ള എന്റെ പ്രണയം അതൊരിക്കലും മരിക്കില്ല.
എനിക്കിപ്പോഴാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയത്. എന്നാ പിന്നെ നാളെ രാവിലെ വന്നാ പോരായിരുന്നോ? സോറി മാഡം, ക്യാഷ് കൈ കിട്ടിയപ്പോൾ കുറച്ച് വൈകി. അതല്ലേ പറഞ്ഞത്, പണം തന്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ട് രാവിലെ വന്നാ പോരായിരുന്നോ? എൻ്റെ വീടിന് അത്രയ്ക്ക് സുരക്ഷയൊന്നുമില്ല മാഡം. നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ കുടുംബം ആത്മഹത്യ ചെയ്യേണ്ടി വരും. തികച്ചുണ്ട് മാഡം. 1% ബാങ്ക് മാനേജർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സോറി മാഡം, ആദ്യമായിട്ടല്ലേ ഇത്രയും പണം കള്ളയൊപ്പിട്ട് വിഡ്രോ ചെയ്യുന്നത്. കൈ ഒന്ന് പതറിപ്പോയി. സാരമില്ല, ഞാൻ പറഞ്ഞ് ശരിയാക്കി. താൻ ഇവിടുന്ന് ചെണ്ട ഒട്ടാതെ ഇങ്ങോട്ട് വന്നേ. മാഡം, ഞാൻ ഇതിലൊരു പങ്ക് തനിക്കാ. എന്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം. മാഡം, പെട്ടെന്ന് എന്തിന് ഇത്രയും ക്യാഷ്? എന്തെങ്കിലും? അതൊന്നും ഇപ്പൊ താൻ അറിയണ്ട. അതല്ല മാഡം, കമ്പനി നിങ്ങളുടേതാണ്. ആ കമ്പനിയിൽ നിന്ന് മാഡം തന്നെ ഇങ്ങനെ... അതെന്റെ ആവശ്യം. അതൊന്നും ചോദിക്കേണ്ട ആവശ്യം തനിക്കില്ല. അങ്ങോട്ട് പറയേണ്ടതാണെങ്കിൽ ഞാൻ പറയാം. ശരി മാഡം. തനിക്ക് ശമ്പളത്തിൽ നിന്ന് എത്രയാ ഞാൻ കിമ്പളമായിട്ട് തരുന്നതെന്ന് അറിയാലോ. അപ്പൊ അതനുസരിച്ച് നിക്കണം. പൊക്കോ. ആ നിന്നേ. ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ഇങ്ങോട്ട് വരണ്ട. ശരി മാഡം. അങ്ങനെ അവന്തികയുടെ കയ്യിലേക്ക് എത്തേണ്ടതെല്ലാം എത്തിച്ചേർന്നോണ്ടിരിക്കുക. അർച്ചന, ഞാൻ കാർ തിരിച്ചിട്ടു, നമുക്കിറങ്ങാം. സച്ചേട്ടാ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് എടുത്ത് വെച്ചോട്ടെ. അത് എടുക്കണ്ട, അത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. അതെന്താ സച്ചേട്ടാ? അച്ഛനും അമ്മയും തന്ന മാലയല്ലേ ഇത്? അതവര് സന്തോഷത്തോടെ സച്ചേട്ടന് തന്നല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവരുടെ സന്തോഷത്തിന് ഞാനത് വാങ്ങിയല്ലോ. സത്യത്തിൽ ഇത് വാങ്ങിക്കാനുള്ള യാതൊരു യോഗ്യത എനിക്കില്ല. അവർ സ്നേഹത്തോടെ അവരുടെ മരുമകന് കൊടുത്ത സമ്മാനമാണ്. ഞാൻ അവരുടെ മരുമകനല്ലല്ലോ. അതെനിക്കും സച്ചേട്ടനും അല്ലേ അറിയൂ. അതുകൊണ്ടാണ് ഇതെടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സച്ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിവിടെ ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല. സച്ചേട്ടന് ചിലപ്പോ ഇത് വളരെ നിസ്സാരമായിരിക്കാം, പക്ഷെ എനിക്കങ്ങനെയല്ല. സ്നേഹത്തിന്റെ വില അളന്നു നോക്കാൻ കഴിയില്ല സച്ചേട്ട. ഇതിന്റെ വില ചിലപ്പോ തൂക്കി നോക്കി വിലയിടാൻ കഴിയും, പക്ഷെ ഇത് സ്നേഹം കൊണ്ട് തന്നതാ. ഞാനിതിവിടെ കളഞ്ഞിട്ട് പോയാ അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് തകരും. അത് വേണ്ട സച്ചേട്ടാ. ഞാനിവിടെ വന്നു കയറിയ സന്തോഷത്തിൽ എനിക്ക് തിരിച്ചു പോണം. കണ്ണീരോടെ ഇറങ്ങാൻ വയ്യ. ശരി, മാല എടുത്തോ. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഒരു ഉത്സവം പോലെ തോന്നി. ഇറങ്ങുമ്പോ എന്തോ ഒരു സങ്കടം. പിന്നെ മാസങ്ങളോളം ഇവിടെ നിൽക്കാൻ കഴിയുമേ? ഇനിയും ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് വരണേ സച്ചേട്ടാ. അങ്ങോട്ടും സർപ്രൈസ് ആവാമല്ലോ. വരാം മോനെ. അങ്കിൾ, ഞാനും ആതിരേന്റി എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വരാം. നിനക്ക് എപ്പോ വേണമെങ്കിലും സ്വാഗതം. കേട്ടോടി വായടി. എനിക്ക് നിന്നെ ഒന്ന് വന്ന് കാണണമെങ്കിൽ ആരുടെയൊക്കെ കാല് പിടിക്കണമെന്ന് അറിയാവോ? ചിലർക്ക് തോന്നുമ്പോ വരാൻ പോകാം. നിന്റെ കാലൊന്നും ഇവിടെ ആരും കെട്ടിയിട്ടിട്ടില്ലല്ലോ. നിനക്ക് തോന്നുമ്പോ പോവാം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൗകര്യം പോലെ വരികയും പോവുകയും ഒക്കെ വേണം. പോയിട്ട് വരട്ടെ അമ്മ. പോയിട്ട് വാ മോളെ. അയ്യോ പോലെ, ഒരു മിനിറ്റ്. നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫി എടുത്താലോ? അമ്മ ഇങ്ങോട്ട് വാ. അനൂപേട്ടൻ വാ. അനൂപേട്ടാ മുത്തശ്ശ, വാ. ഇങ്ങോട്ട് വന്ന് നിൽക്ക്. നിൽക്കടാ. ഞാൻ ഇവിടെ വന്നോളാം.
എന്നെ കാണുന്നില്ല. സച്ചേട്ടാ ഒന്നെടുത്തു തരുമോ? എടുക്ക്. വാ